കൗൺസിലിങ്ങിന് വരുന്ന കപ്പിൾസ് പലരും നമ്മളവരോട് ആദ്യമേ തനിച്ച് സംസാരിക്കുമ്പോൾ പറയും മറ്റേ പാർട്ട്ണറുടെ കുറേ പ്രയാസങ്ങളായിരിക്കും പറയുക. അവർക്കൊരാവശ്യമുള്ളൂ, എങ്ങനെയെങ്കിലും ഭർത്താവിൻ്റെ സ്വഭാവം ഒന്ന് മാറ്റി നന്നാക്കി തരണം, ഭർത്താവ് വരെയും അവളുടെ സ്വഭാവം ഒന്ന് മാറ്റി ശരിയാക്കി തരണം. ഇതാണ് രണ്ടുപേരുടെ ആഗ്രഹം. അവരവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ചിട്ട് മറ്റേ ആളിൻ്റെ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കണം. കാരണം ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു അവരത്രയും നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ശ്രമം നടത്തി അവർ തമ്മിൽ ഭയങ്കര വഴക്കും ശത്രുതയും, അവർക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം, ദേഷ്യം, വിഷമം, ഇതൊക്കെയാണ് ഉണ്ടാവുന്നത്. ഈ ഒരു ഫ്രസ്ട്രേഷനിലാണ് കൗൺസിലിങ്ങിന് വരിക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആർക്കും ആരുടെയും സ്വഭാവം പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റില്ല. അവരിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അവരുടെ സ്വഭാവം അതേപോലെ മാറ്റണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ വിചാരിച്ചെങ്കിലേ പറ്റുള്ളൂ. ഇതോടൊപ്പം ചെയ്യുന്നൊരു കാര്യമുണ്ട്, നമ്മൾ അവരുടെ കുറവുകളും കുറ്റങ്ങളുമാണ് ഫോക്കസ് ചെയ്യുന്നത്. സൂക്ഷിച്ച് നോക്കിയാൽ അവരിൽ കുറേ നന്മകൾ കാണും എന്തെങ്കിലുമൊക്കെ. സോ ആ നന്മകൾ, നല്ല പെരുമാറ്റങ്ങളെ കണ്ട് ദിവസം ഒരു പെരുമാറ്റത്തെയെങ്കിലും അവരെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക. അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ആ പെരുമാറ്റത്തെ റീഇൻഫോഴ്സ് ചെയ്യും.